ജർമ്മനിയിൽ പഠിക്കാൻ പോകാൻ നിൽക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ, നമ്മുടെ രാജ്യം പോലെയല്ല, കുറച്ച് മാറ്റങ്ങളുണ്ട്. ഒരു മേജർ കൾച്ചർ ചേഞ്ച് ആണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് മീ അമൽ ഹിയർ ആൻഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൾ അബൌട്ട് ദി ചേഞ്ചസ് യു വിൽ ബി എക്സ്പീരിയൻസിംഗ് ഇൻ ജർമനി. വെൽക്കം ടു വെസ്റ്റ്മോണ്ട് സ്റ്റഡി അബ്രോഡ്. പങ്ക്ച്വാലിറ്റി ഇസ് എവറിത്തിങ്. 5 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ 6:15 വരുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ജർമ്മനി ഒരിക്കലും പറ്റില്ല. When they say it's on 5, it should be on 5, not a minute later. ലേറ്റ് ആയാൽ എക്സ്ക്യൂസ് ഇല്ല. സോ they expect you to be super punctual and time is money. കയ്യിൽ ക്യാഷ് അത് നിർബന്ധം. ഡിജിറ്റലൈസേഷന്റെ ഭാഗമായതുകൊണ്ട് ഇന്ത്യയിലുള്ള അധികം ആൾക്കാരും UPI ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ജർമ്മനിയിൽ ചെറിയ ഷോപ്സ്, റെസ്റ്റോറന്റ്, ഇവിടെയൊക്കെ ഇപ്പോഴും ക്യാഷ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും കയ്യിൽ എന്ത് ചെയ്യണം, കുറച്ച് ക്യാഷ് കരുതണം. അവരിപ്പോഴും ഡിജിറ്റൽ ആയിട്ടില്ല നമ്മുടെ ഇന്ത്യ പോലെ. സൺഡേസ് ആർ സൈലന്റ് ഡേയ്സ്. സൺഡേസിൽ ജർമ്മനിയിൽ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആണ്. ഷോപ്പിംഗ്, നോയ്സി ആക്ടിവിറ്റീസ്. ചില അപ്പാർട്ട്മെന്റ്സിൽ സൺഡേസിൽ തുണി അലക്കാൻ പോലും സമ്മതിക്കില്ല. സൺഡേ എന്ന് വെച്ചാൽ ടോട്ടൽ പീസ് ആൻഡ് റെസ്റ്റിനുള്ള ദിവസമാണ്. സ്മോൾ ടോക്ക് നോട്ട് റിയലി. ഇന്ത്യയിൽ പലപ്പോഴും നമ്മൾ പല സ്ട്രേഞ്ചേഴ്സുമായിട്ട് സ്മോൾ ടോക്കിൽ ഏർപ്പെടാറുണ്ട്. പീപ്പിൾ ആർ ദർ ആർ പൊളൈറ്റ് ബട്ട് നോട്ട് ടു ഫ്രണ്ട്ലി. സാലറി എത്ര, മാരേജ് കഴിഞ്ഞോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമാവില്ല. രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുമ്പോഴോ അവർക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോഴോ അവർ മാരീഡ് ആണെന്ന് അസ്യൂം ചെയ്യരുത്, അത് അവരോട് ചോദിക്കരുത്. പൊല്യൂഷൻ ഹാസ് എ ബെസ്റ്റ് സൊല്യൂഷൻ. ജർമ്മനിയിലെ പല മാളുകളിലും ഷോപ്പുകളിൽ നിന്ന് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ബോട്ടിലുകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ചെറിയ ഫീസ്, മേ ബി 25 cents അവർ ഈടാക്കും. ഈ ഫീസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ബോട്ടിലുകൾ സെയിം മാളിലോ ഷോപ്പുകളിലോ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ റിഡീം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ഹാസ് എ ബെസ്റ്റ് സൊല്യൂഷൻ ഓവർ ദ വാട്ടർ ഈസ് നോട്ട് ഫ്രീ. ഇന്ത്യയിലെ ഏത് റെസ്റ്റോറന്റിലും നമുക്ക് ഫ്രീ ആയി വാട്ടർ ആൻഡ് വാഷ്റൂം യൂസ് ചെയ്യാൻ സാധിക്കും. ബട്ട് ജർമ്മനിയിൽ അങ്ങനെയല്ല. നമ്മൾ അവിടെ ചെന്ന് വാട്ടർ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ചെറിയൊരു ഫീസ് എന്തായാലും നൽകണം. മോസ്റ്റ്ലി അവിടുത്തെ റെസ്റ്റോറന്റുകളിൽ കിട്ടുന്ന വാട്ടർ സ്പാർക്ലിംഗ് വാട്ടർ ആയിരിക്കും. എന്നിരുന്നാലും ലേറ്റൻ ഷുഗർ, അതായത് ഫ്രീ വാട്ടർ മോസ്റ്റ് റെസ്റ്റോറന്റിൽ കിട്ടും, ഡിപ്പെൻഡിങ് ഓൺ ദ റെസ്റ്റോറൻറ്റ്സ്. റൂൾസ് ആർ റൂൾസ്. ജർമ്മനിയിൽ റൂൾസ് ഫോളോ ചെയ്യുക എന്നുള്ളത് ഒരു മസ്റ്റ് ആണ്. ട്രാഫിക് സിഗ്നൽ റെഡ് ആണെങ്കിൽ റോഡ് മൊത്തം എംപ്റ്റി ആണെങ്കിൽ പോലും പച്ച കത്തിയിട്ടേ പോവാൻ പാടുള്ളൂ. അതുപോലെ സീബ്ര ലൈൻ ക്രോസിംഗിൽ നിങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെങ്കിൽ കാറുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓൾസോ നോ ഹോൺസ്. എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല, ആളുകൾ അവിടെ അധികം ഹോൺസ് യൂസ് ചെയ്യാറില്ല. മേ ബി അവിടെ മാരേജ് പരേഡിന് മാത്രമാണ് ഹോൺസ് യൂസ് ചെയ്യാറുള്ളത്. മാത്രമല്ല അനാവശ്യമായി ഹോൺ അടിക്കുന്നത് ഒരു റൂഡ് സ്വഭാവത്തിന്റെ ഇൻഡിക്കേറ്റർ ആയതുകൊണ്ടായിരിക്കാം. ഡെഡിക്കേറ്റഡ് സൈക്ലിംഗ് ലൈൻസ്. സൈക്കിൾ യാത്രയെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടും ഒരു 2 വീലർ അല്ലെങ്കിൽ 4 വീലർ വാങ്ങുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടും പൊല്യൂഷൻ കുറയ്ക്കുന്നതിന്റെ ഭാഗമായതുകൊണ്ടും ഹെൽത്തിനെ അത് വല്ലാതെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും അവർ സൈക്കിൾ യാത്രയെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പല റോഡുകളിലും ഡെഡിക്കേറ്റഡ് സൈക്ലിംഗ് ലൈൻസ് തന്നെയുണ്ട്. പഠിക്കാനും ജീവിക്കാനും പറ്റിയ അമേസിംഗ് പ്ലേസ് ആണ് ജർമ്മനി. പല സ്റ്റുഡൻസും ഇപ്പോൾ തന്നെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നിങ്ങൾക്കും ആകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.